ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കുറേ ഇതിലേ കണ്ടിട്ട് നമുക്കൊരു സ്ക്രാച്ച് കാർഡ് ഉണ്ടാക്കിയാലോ. അതിനായി ഞാൻ A4ൻ്റെ ഹാഫ് പീസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ പേപ്പർ എടുക്കാം കേട്ടോ. അതിൻ്റെ മേലെ നമ്മൾ സ്കെച്ച് കൊണ്ട് നമ്മൾ ഇഷ്ടമുള്ള രീതിയിൽ കളർ ചെയ്യാം. ഞാനൊരു റെയിൻബോ കളറിലാണ് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് എത്തിയപ്പോൾ റെയിൻബോ ഒക്കെ പോയിട്ടുണ്ട്. ഞാൻ റെയിൻബോ കളർ കഴിഞ്ഞപ്പോൾ ഇഷ്ടമുള്ള കളറൊക്കെ എടുത്ത് കൊടുത്തു. ഞാൻ അതിൻ്റെ അടിയിൽ ഒരു ബ്ലാക്ക് പേപ്പർ വെച്ച് നമ്മളിത് കൊടുക്കുന്നത് നിലത്ത് ആവണ്ട കരുതിയിട്ടാട്ടോ. ആദ്യം റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ അങ്ങനെ കുറേ കൊടുത്തു. പിന്നെ ഞാൻ അത് മുഴുവൻ കളർ ചെയ്ത് കഴിഞ്ഞിട്ടാട്ടോ വീഡിയോ എടുക്കണേ. അതിൻ്റെ മേലെ സെല്ലോ ടാപ്പ് ഉണ്ടല്ലോ, അത് ഒട്ടിച്ചെടുക്കാം. നല്ല നീറ്റായി ഒട്ടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഞാനൊന്ന് ഒട്ടിച്ചപ്പോൾ ആദ്യം തന്നെ ഒട്ടിച്ചപ്പോൾ തന്നെ ഒന്ന് ചെറുതായിട്ട് ചുളിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല വൃത്തി ഇല്ലാതായി. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നല്ല വൃത്തിയിൽ ഒട്ടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇതും കൂടി ഒട്ടിച്ചാൽ കഴിയും. നമ്മൾ അത് പറിച്ചെടുത്തിട്ട് അതിൻ്റെ അഡ്ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്യണം. അതിന് നമ്മൾ സിസർ കൊണ്ടൊന്ന് കട്ട് ചെയ്താൽ മതി. അതിൻ്റെ മേലെ പെയിൻറ്റ് ചെയ്യണം കേട്ടോ. ബ്ലാക്ക് പെയിൻറ്റ് എടുത്തിട്ട് കൊടുത്താൽ മതി. ഇത് കൊടുക്കുമ്പോൾ വെള്ളം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ബ്രഷിൽ വെള്ളം ഉണ്ടായിട്ടാണെങ്കിൽ അത് ഇങ്ങനെ വന്നു കേട്ടോ. റൗണ്ടായി കാണില്ലേ. ഞാനതുകൊണ്ട് 2 കോട്ട് അടിച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് കോട്ട് അടിച്ച് കഴിഞ്ഞ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ ശേഷം കേട്ടോ ഞാൻ സെക്കൻഡ് കോട്ട് അടിച്ചത്. ഒരു റൗണ്ട് കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ലല്ലോ കരുതിയിട്ടാണ് കൊടുത്തത്. അപ്പോൾ നമുക്കിത് വർക്കിംഗ് കണ്ടീഷനാണ് നോക്കിയാലോ. ഫ്രണ്ട്സ്, ഇത് വർക്കിംഗ് കണ്ടീഷനാണ്. നമ്മൾ എഴുതിയതും വരച്ചതും എല്ലാത്തിനും മേലെ വരുന്നുണ്ടായിരുന്നു. ആദ്യം ഞാൻ ഹേർട്ട് വെച്ചിട്ടാണ് തുടത്തിയതെങ്കിലും ലാസ്റ്റ് എത്തിയപ്പോൾ ഇഷ്ടമുള്ള ഒക്കെ വരക്കലായി, എഴുതലായി. പിന്നെ ഹേർട്ട് വരച്ചു, സബ്സ്ക്രൈബ് എഴുതി, കുറേ ഉണ്ട്. പിന്നെ ഹേർട്ട്, വീട്, നെയിം, സ്റ്റാർ വരച്ചു, അങ്ങനെ കുറേ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ എന്താ വരക്കേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്താ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണ സാധനം ഉണ്ടാക്കാം. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. എല്ലാവർക്കും ബൈ.